കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മുതൽ പെയ്ത മഴ പതുക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ മലയാളിക്കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാട്ടോ. പക്ഷേ ഞങ്ങളുടെ വീടിന് അങ്ങോട്ടേക്ക് മഴ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത്രയും മഴയായിരുന്നു കേട്ടോ. പക്ഷേ പോകുന്തോറുമാണ് മനസ്സിലായത് ഈ കണ്ട വെള്ളക്കെട്ടൊന്നും ഒന്നുമല്ല, ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന എന്തോ വലിയ സംഭവമായിരുന്നു. അത്ര മഴയായിരുന്നേ. അപ്പം ഇത്രയും മഴയത്ത് ഇറങ്ങിയത് എന്തിനാണെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയി. പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചു പോകാനും പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയതാട്ടോ. അപ്പം മലയാളിക്കട വരെ പോയ വഴിക്ക് KFC കണ്ടായിരുന്നേ. എന്നാൽ പിന്നെ അവിടെ ഇറങ്ങി KFC കൂടി കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല പൊരിഞ്ഞ മഴ, എന്നാൽ പിന്നെ നല്ല ചൂട് KFC ഒക്കെ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് കയറിയതാട്ടോ. നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂട് ചായയുടെ ഒപ്പം പരിപ്പുവടയും അതേപോലെ തന്നെ നല്ല ചൂടൻ പലഹാരമൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഏതാണ്ട് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കയറിയത് തന്നെയാണ്. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ ബഡ്ജറ്റിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ പോകെ കാണുന്ന കടയിലൊക്കെ കയറി നമ്മളങ്ങോട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കുകയാണ് പൊതുവേ. KFCയും ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ തന്നെ പോപ്കോണും മേടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ അവിടെ കിട്ടുന്ന സകല ജ്യൂസും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് കിടന്ന് വാശി പിടിക്കണ്ടായിരുന്നു. മിന്നുവിന് പിന്നെ അത്രയും വാശിയൊന്നുമില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മിന്നൊക്കെ മനസ്സിലാക്കിക്കോളും. പക്ഷേ കുഞ്ഞിൻ്റെ പ്രായം അതല്ലല്ലോ, കാണുന്നതൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. എന്നാണെങ്കിലും മേടിച്ചൊന്നും കൊടുത്തില്ല. കാരണം ഒന്നാമത്തതേ നല്ല മഴ, തണുപ്പ്, അതിൻ്റെ കൂടെ തണുത്ത ജ്യൂസും കൂടി കുടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ജലദോഷം പനിയും വന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെ കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ വന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ തന്നെ പോപ്കോണൊക്കെ കഴിച്ചപ്പോൾ ആൾ പിന്നെ ഒരുവിധം ഓക്കെ ആയി. പക്ഷേ അടുത്ത പ്രാവശ്യം എന്താണെങ്കിലും മേടിച്ച് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ മലയാളിക്കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് നമ്മൾ വീണ്ടും പോവുകയാണ്. നല്ല മഴ തന്നെയാണ്, ഒരു കുറവുമില്ല കേട്ടോ നമ്മുടെ മഴയ്ക്ക്. ഇത്രയും വെള്ളമുണ്ട്. പക്ഷേ അടുത്തുള്ള വണ്ടി പോകുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിങ്ങനെ കാണുമ്പോൾ അത്ര വലിയതായിട്ടൊന്നും തോന്നൂല. കണ്ടോ, നല്ല രീതിയിലുള്ള വെള്ളക്കെട്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറയണ്ടായിരുന്നു അങ്ങനെ വലിയ മഴയൊന്നുമില്ല, എന്താണെങ്കിലും ചെറിയ രീതിയിൽ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ എന്ന് പറയണ്ടായിരുന്നു. ആ മഴയും കൂടിയാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ വർഷം കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല മഴകളിലൊന്നും തന്നെ കേട്ടോ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മഴ പെയ്തുകൊണ്ട് പിള്ളേർക്ക് ഹാപ്പിയാണ്. കാരണം 3 ദിവസം ക്ലാസ് ഉണ്ടായിട്ടില്ല. ഇതേപോലെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ക്ലാസ്സിന് അവധി തന്നെയായിരിക്കും.